ഒരു ചെറിയ പഞ്ഞിക്കിടൽ. ബാഴ്സലോണ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ഒരു തോൽവി, 2-0 ഒരു തോൽവി, അതും ക്യാമ്പ് നൗവിൽ. എന്താ പറയാ, ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള തോൽവിയാണെന്ന് പറയാം ബാഴ്സ ഫാൻസിന്. അതൊട്ടും എന്താ പറയാ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലത്തെ ഒരു തോൽവിയാണ്, അതും ക്യാമ്പ് നൗവിൽ തോക്കാന്ന് പറഞ്ഞാല് അതൊട്ടും ശരിയായിട്ടുള്ള കാര്യമില്ലെന്ന് പറയാം. നമുക്കറിയാം അടുത്ത കളി എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്റ്റേഡിയത്തിലായിരിക്കും. വാട്ട് എ പ്ലെയർ! ആൽവാർസിനെ പറ്റി എന്താ പറയാ, ആളുടെ ആ ഫ്രീ കിക്ക് തകർത്തു എന്ന് പറയാം. അത്രയും ഒരു കിടിലം ഫ്രീ കിക്ക് ആയിരുന്നു. നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളതാണ് ആളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഫ്രീ കിക്കും കേളായിട്ടുള്ള ഷോട്ടും കാര്യങ്ങളൊക്കെ. ഒരു ടോപ്പ് നോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്ന ആളുടെ ആ ഒരു ഫ്രീ കിക്ക് ഒട്ടും തൊടാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അത് പോയി വീണത്. സോ നോക്കി നിൽക്കാൻ മാത്രം പറ്റുള്ളൂ. അത്രയും എന്താ പറയാ ഒരു കിടിലം ഗോളായിരുന്നു പറയാം. അത്രയും ഒരു വണ്ടർഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. ആൽവാർസിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആളൊരു ടോപ്പ് ക്ലാസ് പ്ലെയർ തന്നെയാണ്. ആളുടെ ഭാഗത്തുനിന്ന് വേറെ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സിമിയോണിനെ ചെയ്ത ആ ഒരു ഫൗളിൽ നിന്നാണ് ആ ഒരു മൂവ്മെന്റ് വന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സോളോത്ത് ആളൊരു കിടിലൻ സ്ട്രൈക്കറാണ്, ഒരു അൺറൈറ്റഡ് ആണെന്ന് പറയാം. അത്യാവശ്യ ടൈമിൽ അല്ലെങ്കിൽ ഒരു ലീഡ് എടുക്കാൻ പറ്റി. ക്യാമ്പ് നൗവിൽ വീണ്ടും ഒരു ലീഡ് കൂടി എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഒരു അബ്സല്യൂട്ട് എന്താ പറയാ സിമിയോണി ഷോ എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചതാണ്. എന്നിട്ടും ജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ലമീൻ യമാലിന്റെ എന്താ പറയാ ഒരു സോളോ റണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളൊരു ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ് ഈ ഒരു പ്രായത്തിൽ. ഒരു കിടിലൻ പെർഫോമൻസ് ആണെന്ന് പറയാം, ഓവറോൾ ഒഫൻസീവിലെയും ഡിഫൻസീവിലെയും. എന്നിട്ടും ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ബാഴ്സ ഫാൻസിന് ഇതൊട്ടും എന്താണ് സുഖകരമായിരിക്കില്ല. കാരണം നല്ലൊരു കളി തന്നെയാണ് ലമീൻ യമാൽ കളിച്ചത്. ആളുടെ ഭാഗത്തുനിന്ന് ഒരു 18 വയസ്സുകാരന്റെ കളിയായിരുന്നില്ല. ഈ ഒരു മൂവ്മെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് പറയാം. രണ്ടു നേരം കട്ട് ചെയ്ത് ഡിഫൻസിന് എന്തായാലും പുള്ളി ഒരു വലപ്പിച്ചെന്ന് പറയാം. കാരണം അതുപോലത്തെ ഒരു കളിയായിരുന്നു. റയൽ മാഡ്രിഡിന് വീണ്ടും ഒരു തോൽവി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പഴയ കാലം മറന്നു തുടങ്ങിയിരിക്കുന്നു. കാരണം ബയർ മ്യൂണിക്കിനെയൊക്കെ പഞ്ഞിക്കിട്ട ഒരു കാലം ഉണ്ടായിരുന്നു. അണ്ണന്റെ ആ ഒരു കാലം ആർക്കും മറക്കാൻ പറ്റില്ല. ഒരു 6-3 കൊടുത്തത് അത്രയും ഒരു കിടിലൻ ടീമായിരുന്നു. ഈ ഒരു ഡ്യൂക്കൊന്നും ഒരിക്കലും ബയർ മ്യൂണിക്കിന് മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരുപാട് മൂമെന്റ്സ് ഉണ്ട്. 2-3 പ്രാവശ്യം കയറി മേഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു മൂമെന്റ്സ് ഒക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അണ്ണന്റെ ആ ഒരു ഡബിളും ഈ ഒരു ഗോളും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ, ന്യൂ ഇയറിനെതിരെയുള്ള പെർഫോമൻസ് ഒക്കെ എപ്പോഴും നിലനിൽക്കും. ചില ഫാൻസിന് ഇതൊന്നും അറിയാണ്ട് ഭയങ്കര വീമ്പത്തരം പറയുന്നവരുണ്ട്. എന്നാൽ പോലും ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു ന്യൂ ഇയറിന്റെ ഭാഗത്തുനിന്ന്. കാരണം ഒരു 40 വയസ്സുകാരന്റെ പെർഫോമൻസ് ആയിരുന്നില്ല. ആളിപ്പോഴും നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതും റയലിനെതിരെ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുമ്പോൾ, അതും ബെർണാവിൽ അത്രയും കിടിലം പെർഫോമൻസ് ആണ് ഓവറോൾ ബയറിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത്. കമ്പനി അത്രയും ഒരു എന്താ പറയാ ഒരു ടോപ്പ് ടീമായിട്ട് നിലവിൽ ബയറിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ശരിക്കും വട്ടം കറക്കി എന്ന് പറയാം കരൈരാസിനെ ഒലീസെ. കാരണം ആളൊരു കിടിലം പ്ലെയർ ആണ്. ആൾ ബാക്ക് ടു ബാക്ക് ഫോമാണ്. ആളുടെ പെർഫോമൻസ് ഒക്കെ എന്താ പറയാ വാട്ട് എ പ്ലെയർ. ആളുടെ ട്രിബിളിംഗ് ആണെങ്കിലും ക്രോസിംഗ് ആണെങ്കിലും അതുപോലെ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ട്. ഗോൾ അടിക്കുന്നതിലാണെങ്കിലും ആളൊരു കിടിലൻ തന്നെയാണെന്ന് പറയാം. വെറും 50 മില്യൺ കിട്ടിയ ഒരു പ്ലെയർ ആണ്. അത്രയും ക്വാളിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഹാരി കെയ്ൻ ആളെപ്പോഴും എന്താ പറയാ ഒരു ജിന്നാണെന്ന് പറയാം. ആളുടെ ഭാഗത്തുനിന്ന് ഒരു ഗോൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം കിട്ടില്ല മൂവ്മെന്റ് ഒക്കെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആളാ ഇപ്പോഴും ഈ പ്രായത്തിലും ആ ഒരു ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആശ്വാസത്തിന് വേണമെങ്കിൽ എംബാപ്പയുടെ ആ ഒരു ഗോള് പറയാം. അത് മാത്രം ഉണ്ടായുള്ളൂ. റയലിന്റെ മൂവ്മെന്റ്സ് ഒക്കെ വളരെ ശോകമായിരുന്നു. എന്ത് ചെയ്യണോന്ന് അറിയില്ലായിരുന്നു ടീം തമ്മിൽ. ഈ ഒരു ഗോളായിരുന്നു അത്യാവശ്യം ട്രെൻഡിന്റെ ആ ഒരു കിടിലം പാസ് എന്ന് വേണമെങ്കിൽ പറയാം. ട്രെൻഡിന്റെ ഓവറോൾ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആളുടെ ഭാഗത്തുനിന്ന് കുറെ ത്രൂ പാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കൃത്യമായിട്ട് കണക്ട് ആയില്ല എന്നുള്ളതാണ്. ബയന്റെ ഈ ഒരു ഫ്രണ്ട് ഫോർ അടിച്ചു തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരും ഒന്നിനൊന്ന് വെച്ചു വരുന്നു. ലൂയിസ് ഡയാസിന്റെ ഒക്കെ പെർഫോമൻസ് എന്താ പറയാ കിടിലനാന്ന് പറയാം. ആളൊരു ക്വാളിറ്റി പ്ലെയർ തന്നെയാണ്. 2-0 ഒരു എന്താ പറയാ ഒരു വൃത്തികെട്ട തോൽവി ലിവർപൂളിന് കിട്ടിയിട്ടുണ്ട്. ഫാൻസ് ഒട്ടും വിചാരിച്ച് കാണില്ല. കാരണം ഇങ്ങനത്തെ ഒരു ബാഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ലിവർപൂളിന്റെ ഭാഗത്തുനിന്ന്. കവർസ്കെലിയുടെ ആ ഒരു ഗോൾ എന്താ പറയാ വാട്ട് എ പ്ലെയർ. ആളുടെ ആ ഒരു കിടിലം ഗോൾ തന്നെയായിരുന്നു. ആ ഒരു ആളുടെ ഓവറോൾ പെർഫോമൻസ് ആണെങ്കിൽ ആൾ ഡിഫൻസീവിലേക്ക് ഒരുപാട് ടീമിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു കിടിലം പ്ലെയർ ആണെന്ന് പറയാം. ഈ ഒരു ഗോൾ എടുത്ത് പറയണം. കാരണം എല്ലാവരും വെട്ടിച്ചാണ് പുള്ളി. ഈവൻ ഗോൾ കീപ്പറെ പോലും പുള്ളി ട്രിബിൾ ചെയ്തെന്ന് പറയാം. അങ്ങനത്തെ ഒരു കിടിലം ഫിനിഷിംഗ് ആയിരുന്നു. അപ്പൊ ഇനി രണ്ടാം ലെഗ് ബാക്കിയുണ്ട്. പക്ഷെ ഒരു തിരിച്ചു വരവൊന്നും ഇനിയും പറ്റില്ല. കാരണം കവർസ്കേലിയെ പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. ഡുവേ ആണെങ്കിലും അത്യാവശ്യം ബാർക്കോള അവരൊക്കെ ടോപ്പ് ഫോമിലാണ്. അപ്പൊ എന്തായാലും ഈ ഇങ്ങനത്തെ ഒരു ഫോമിൽ കവർസ്കേലിനെയൊക്കെ പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത്രയും ടോപ്പ് നോച്ച് ആണ് ആള്. അതുപോലെ തന്നെ ഡുവയുടെ ആ ഒരു ഗോള് നമ്മൾ കണ്ടാണ്.
ഒരു ക്വാളിറ്റി പ്ലെയർ ആണ് ആൾ. വീണ്ടും മറ്റൊരു നെയ്മർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും കിടിലൻ ട്രിബിളിങ്ങും ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ട്. ഒട്ടും വിചാരിച്ചില്ല ആ ഒരു റേഞ്ചിൽ നിന്ന് ആളുടെ ആ ഒരു ബോള് ആള് പോസ്റ്റിലേക്ക് അടിച്ചിടുന്നു. അത്രയും ഒരു സ്റ്റാർ ബോയ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നെയ്മർ ടച്ച് ഒക്കെ ഉണ്ട് ആളുടെ ആ ഒരു, എന്താ പറയാ, ഓവറോൾ ഒരു കിടിലൻ പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. മിഡ്ഫീൽഡ് ആണെങ്കിലും ടോപ്പ് നോച്ച് തന്നെയാണ്. എന്തായാലും അർണോൾഡ് സോട്ടിന് പോവാൻ ടൈം ആയിട്ടുണ്ട്. കാരണം ഇത്രയും ഒരു വൃത്തികെട്ട സ്റ്റാറ്റസ് ആണ് നിലവിൽ ലിവർപൂളിനുള്ളത്.